ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വരുന്ന സെക്ഷൻസ് 207 to 211 ആൻഡ് 217 ആൻഡ് 219 ആണ് ഇതിൻ്റെ സെക്ഷൻസ്. നമുക്ക് എന്താണ് അഡ്വാൻസ് ടാക്സ് എന്ന് നോക്കാം. അഡ്വാൻസ് ടാക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് അഡ്വാൻസ് ടാക്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. അതായത് എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ടാക്സിൻ്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിനാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു പേ ആസ് യു ഏൺ സ്കീം എന്നും ഇതിനെ പറയുന്നുണ്ട്. അതായത് ദ അസസി ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഏർണിംഗ് ഓഫ് ഇൻകം ഇൻ ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് ത്രൂ സച്ച് ഇൻകം ഈസ് ചാർജബിൾ ടു ടാക്സ് ഡ്യൂറിങ് ദ അസസ്മെൻറ്റ് ഇയർ. അതായത് അസസിക്ക് എന്ത് ചെയ്യാം ടാക്സ് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സ് ആ ഇയറിൽ തന്നെ പേ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക ആ ടാക്സ് അസസ്മെൻറ്റ് ഇയറിലാണ് ചാർജ് ചെയ്യുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2019-20 ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യുക 2021 പക്ഷേ ഈ അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം 2019-20 ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടാക്സ് ആ ഇയറിൽ തന്നെ പേ ചെയ്യാൻ പറ്റുന്നു. അതിനാണ് അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ് ദ ടാക്സ് ഈസ് പെയ്ഡ് ഓൺ കറൻറ്റ് ഇയേഴ്സ് ഇൻകം ഇൻ സെയിം ഇയർ ഇറ്റ് സെൽഫ്. അതായത് കറൻറ്റ് ഇയേഴ്സിലെ ഇൻകം ആ ഇയറിലെ ഇൻകത്തിൽ കറൻറ്റ് ഇയറിൻ്റെ മുകളിലുള്ള കറൻറ്റ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സ് ആ ഇയറിൽ തന്നെ പേ ചെയ്യാം. അതാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഈ അഡ്വാൻസ് ടാക്സ് റിസീപ്റ്റ്സ് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ എൻഡ് ഓഫ് ദി ഇയറിൽ ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഇൻകംസ് ഇങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിന് എക്സ്പെൻസിനേക്കാളും റദർ ദാൻ റിസീവിങ് എക്സ്പെൻസിനേക്കാളും എന്ത് ചെയ്യുന്നുണ്ട് ടാക്സ് റിസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ലയബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അത് സെക്ഷൻ 207 ആണ്. അതായത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2019-20 ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ചാർജ് നമ്മൾ എന്താണ് 2019-20 ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ 2020-21 ചാർജ് ചെയ്യൽ. ബട്ട് പക്ഷേ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 19-20 ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടാക്സ് 19-20 തന്നെ പേ ചെയ്യാൻ പറ്റും. ഏത് വഴി ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വഴി. ഫോർ ഒരു ഇൻഡിവിജ്വൽ കേസിലാണെങ്കിൽ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാലറി ഇൻകം ആയിരിക്കും. അങ്ങനെ സാലറി ഇൻകം വഴിയാണ് ഇൻകം ഏൺ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഈ എംപ്ലോയർ സാലറി കൊടുക്കുന്ന ടൈമിൽ തന്നെ അതിൽ നിന്നും TDS ഒക്കെ ഡിഡക്റ്റ് ചെയ്യും. ഈ TDS ഒക്കെ എന്ത് ചെയ്യും ഈ അഡ്വാൻസ് ടാക്സിനെ എന്ത് ചെയ്യുന്നുണ്ട് ടേക്കൺ കെയർ ചെയ്യുന്നുണ്ട്. അതാണ് ലയബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സിൽ പറയുന്നത്. പിന്നെ വരുന്നത് സീനിയർ സിറ്റിസൺ നോട്ട്സ് റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടാത്ത സീനിയർ സിറ്റിസൺസ് ആരൊക്കെയാണ് എന്നാണ്. അതിൻ്റെ സെക്ഷൻ 207(2) വരുന്നത്. അതായത് 3 കണ്ടീഷൻസ് ഉണ്ട്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത സീനിയർ സിറ്റിസൺസിന് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. എന്താണ് ആ ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ തന്നെ റെസിഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹാവിങ് നോ ഇൻകം ചാർജബിൾ അണ്ടർ ബിസിനസ് ഓർ പ്രൊഫഷൻസ് വഴി ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ വഴി ഏൺ ചെയ്യുന്ന ഇൻകത്തിന് മുകളിൽ ഒരു ചാർജസും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 60 ഇയർ ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 60 അതിൽ കൂടുതലോ ഏജുള്ള ആളാണെങ്കിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ സീനിയർ സിറ്റിസൺസിന് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് കണ്ടീഷൻസ് ഫോർ ലയബിലിറ്റി. അത് സെക്ഷൻ 208 ആണ് വരുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് ടാക്സ് 10,000 ഓർ മോർ വന്നാൽ മാത്രമേ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പറയുന്നത് നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് വെൻ ദ അസസി ഹിംസെൽഫ് മേക്ക് ദ കാൽക്കുലേഷൻ. അതിൻ്റെ സെക്ഷൻ 209 ആണ്.
നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് വെൻ ദ അസസി ഹിംസെൽഫ് മേക്ക് ദ കാൽക്കുലേഷൻ. അതിൻ്റെ സെക്ഷൻ 209 അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്നത് നമ്മൾ അഡ്വാൻസ് ടാക്സ് അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? കറൻറ്റ് ഇൻകം ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിലെ കറൻറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ കറൻറ്റ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കറൻറ്റ് ഇയറിൻ്റെ മുകളിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പ് ആഡ് സർചാർജ് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. സർചാർജും എഡ്യൂക്കേഷൻ സെസ്സും ആഡ് ചെയ്യുക. ദെൻ ഫോർത്ത് അലൗ റിലീഫ്. ദെൻ ഫിഫ്ത്ത് ഡിഡക്റ്റ് മാറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഓർ AMT. അതെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് ക്രെഡിറ്റ്. ഇത് രണ്ടും മാറ്റും AMTയും എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. ദെൻ സിക്സ്ത്ത് ഡിഡക്റ്റ് ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ആയിട്ട് വരുന്ന ഈ അഡ്വാൻസ് ടാക്സ് 10,000 അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അഡ്വാൻസ് ടാക്സ് പേ ചെയ്താൽ മതി. അത് അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ അതെന്താകും? 5,000ലേക്ക് ഈ 10,000 എന്നുള്ളത് 5,000ലേക്ക് മാറും. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കറൻറ്റ് ഇൻകം എന്താണെന്നാണ്. കറൻറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം അണ്ടർ 5 ഹെഡ്സ്. കറൻറ്റ് ഇൻകത്തിൽ വരുന്ന എന്താണ്? നമ്മൾ 5 ഹെഡ്സിൽ വരുന്ന ഇൻകം. 5 ഹെഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിന്, ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡ്സിൽ വരുന്ന ഇൻകംസ് അതിൽ എന്താണ്? ക്യാപിറ്റൽ ഗെയിനും ലോട്ടറി ക്രോസ്വേർഡ് പസിൽസും ഇൻക്ലൂഡഡ് ആണ്. ഇതും അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബ്രോഡ് ഫോർവേഡ് ലോസസ് എന്ത് ചെയ്യുക? ബ്രോഡ് ഫോർവേഡ് ലോസസ് അതിൽ സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. എന്താണ്? സെക്ഷൻ 80Cയും to 80Uവിൽ വരുന്ന ഡിഡക്ഷൻസ് വരും. പിന്നെന്താണ്? അഗ്രികൾച്ചർ ഇൻകം ഫോർ റേറ്റ് പർപ്പസ്. ഇതാണ് എന്ത്? കറൻറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അതിൽ അസസി ഹിംസെൽഫ് ആണ് ഫസ്റ്റ് വരുന്നത്. അസസി ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസസി തന്നെ പേ ചെയ്യുന്ന കേസ്. അതുവരെ എങ്ങനെയാണ്? അതിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുക ആസ് പെർ ഹിസ് കാൽക്കുലേഷൻ. അസസീൻ്റെ കാൽക്കുലേഷൻ വഴിയുള്ള ഇതാണ് എന്ത് ചെയ്യുക? പേ ചെയ്യാം. അതെന്താണ്? റിമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ബേസിൽ അതെന്താവാം? ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. ദെൻ സെക്കൻഡ് വരുന്നത് നോട്ടീസ് ഓർ ഓർഡർ ഓഫ് AO. നോട്ടീസിൻ്റെ സെക്ഷൻ 156ഉം ഓർഡർ ഓഫ് AO സെക്ഷൻ 210(3) or 4. AO എന്ന് പറഞ്ഞാൽ അസസിങ് ഓഫീസർ. അതിൽ കുറച്ച് സർക്കംസ്റ്റാൻസസ് വരുന്നത്. അതിൽ ഫസ്റ്റ് എന്താണ്? റെഗുലർ അസസ്മെൻറ്റ് ഡൺ. അതായത് ഓൾറെഡി അസസ്ഡ് ബൈ വേ ഓഫ് റെഗുലർ അസസ്മെൻറ്റ് വഴി ഓൾറെഡി അസസ് ചെയ്തത്. ദെൻ സെക്കൻഡ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഓർ നോട്ട്. അതായത് അഡ്വാൻസ് ടാക്സ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ആ സമയത്താണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. ദെൻ തേർഡ് പറയുന്നത് ലയബിൾ. അതായത് അക്കോർഡിംഗ് ടു AO ദ പേഴ്സൺ ഈസ് ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ്. AOൻ്റെ അക്കോർഡിംഗ് ടു AO വഴിയാണ് ആരാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത് കാണാം. ദെൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ എപ്പോൾ വേണമെങ്കിലും പാസ് ചെയ്യാം. പക്ഷെ എന്താണ്? ഫെബ്രുവരി ഫിനാൻഷ്യൽ ഇയറിലെ ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരിക്ക് മുമ്പേ വേണം ഓർഡർ പാസ് ചെയ്യാൻ. അതിന് മുമ്പുള്ള ഏത് ടൈമിലും വേണമെങ്കിലും ഓർഡർ പാസ് ചെയ്യാം. ദെൻ റൈറ്റിംഗ്. അതായത് ഈ ഓർഡർ എന്തായിരിക്കണം? റിട്ടൺ ഫോർമാറ്റിലായിരിക്കണം. ദെൻ പിന്നെ വരുന്ന എമൗണ്ട് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഈ നോട്ടീസിൽ എന്താണ്? അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടും ഇൻസ്റ്റാൾമെൻറ്റും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതാണ് അതിൽ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ബൈ അസസിങ് ഓഫീസർ. അതിൻ്റെ സെക്ഷൻ 209(1) and 209(2)(a). അതിൽ എന്താണ്? കറൻറ്റ് ഇൻകം എന്നാണ്. അതായത് ഈ 2 കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസിൽ ഏതാണോ ഹയർ അതായിരിക്കും കറൻറ്റ് ഇൻകം. ഈ അസസിങ് ഓഫീസർ വഴിയുള്ള കാൽക്കുലേഷനിൽ അതിൽ ഫസ്റ്റ് വരുന്നത് ദ ടോട്ടൽ
income of the latest previous year in respect of which the assessee has been assessed by way of regular assessment. അതായത് റെഗുലർ അസസ്മെൻറ്റ് വഴി അസസ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയറിലെ ഇൻകം അതോ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം റിട്ടേൺഡ് ബൈ ദ assessee ഫോർ എനി പ്രീവിയസ് ഇയർ സബ്സിക്വൻറ്റ് ടു ദ പ്രീവിയസ് ഇയർ ഫോർ വിച്ച് റെഗുലർ അസസ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ്. റെഗുലർ അസസ്മെൻറ്റ് മെയ്ഡ് ചെയ്ത ആ ഇയറിന് ഉള്ള ടോട്ടൽ ഇൻകം. ഇത് രണ്ടിലും ഏതാണോ ഹയർ അതാണ് കറണ്ട് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ടാക്സ്. കാൽക്കുലേഷൻ ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദ AO കാൽക്കുലേറ്റ് ദ അഡ്വാൻസ് ടാക്സ് അറ്റ് ദ റേറ്റ് ഇൻ ഫോഴ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ആണ് അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് സോഴ്സ് ഈസ് അഡ്ജസ്റ്റഡ്. ടാക്സ് അതായത് TDS എന്താകുന്നുണ്ട്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ പറയുന്നത്. ഇനി വരുന്നതാണ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ഡ്യൂ ഡേറ്റ് സെക്ഷൻ 211. അതായത് ഇതിൻ്റെ ഡ്യൂ ഡേറ്റും എമൗണ്ട് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് പറയുന്നത്. ഒരു ഡ്യൂ ഡേറ്റ് ബൈ 5th ജൂണിൽ എമൗണ്ട് എത്രയാണ്? 50% ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റീൻ്റെ 50% ആണ് പേ ചെയ്യുന്നത്. അതായത് എനി അസസ്സി ഈ പേ ചെയ്യുന്നത് എനി അസസ്സി എക്സെപ്റ്റ് ടാക്സ് പേയേഴ്സ് ഓപ്റ്റിംഗ് ഫോർ പ്രസ്യൂട്ടീവ് ഇൻകം അണ്ടർ സെക്ഷൻ 44 AD. അതിൽ വരാത്ത അതല്ലാത്ത എനി അസസീസ് 50% ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി അതായത് 5th ജൂണിന് മുമ്പാണെങ്കിൽ 50% ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി ആണ്. ദെൻ 5th സെപ്റ്റംബർ ആണെങ്കിൽ 30% ആണ്. 30 അതായത് ടോട്ടൽ 45%-ൽ 30%. അതായത് നമ്മൾ ടോട്ടൽ 45%-ൽ 50% 5th ജൂൺ ആകുമ്പോഴത്തേക്കും പേ ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കി വരുന്ന 30% 5th സെപ്റ്റംബറിനുള്ളിൽ. പിന്നെ വരുന്നത് തേർഡ് ഡ്യൂ ഡേറ്റ് 5th ഡിസംബറിൽ, അത് 30%. അതായത് ടോട്ടൽ 75-ൽ 45 ഓൾറെഡി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന 30%. ദെൻ ബൈ 5th മാർച്ചിൽ 25%, ടോട്ടൽ 100%. അതായത് 5th മാർച്ച് ആകുമ്പോഴേക്കും നമ്മൾ 100% പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ബൈ 31st മാർച്ചിൽ ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഓർ ക്യാഷ്യൽ ഇൻകം അറൈസിങ് ആഫ്റ്റർ 5th മാർച്ച്. അതായത് 5th മാർച്ചിന് ശേഷം അറൈസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിലോ മുകളിലുള്ളതോ അല്ലെങ്കിൽ ക്യാഷ്യൽ ഇൻകംസിനോ ഉണ്ടാകുന്ന ടാക്സ് അത് ബൈ 31st മാർച്ചിലാണ് ഇഫ് എനി, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ വരുന്നത് an eligible assessee in respect of eligible business or eligible profession shall pay the whole amount of tax on or before 5th March of the relevant previous year. relevant previous yearലെ 5th മാർച്ചിനോ അതിന് മുമ്പെയോ എന്ത് ചെയ്യണം? അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എലിജിബിൾ ബിസിനസ് ഓർ പ്രൊഫഷൻ വഴി ഏൺ ചെയ്യുന്ന അസസ്സി എന്ത് ചെയ്യണം? വോൾ എമൗണ്ടും പേ ചെയ്തിരിക്കണം. അതെപ്പോഴാണ്? ഓൺ ഓർ ബിഫോർ 5th മാർച്ച് ഓഫ് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ മുമ്പുള്ള 5th മാർച്ചിൽ എന്ത് ചെയ്യണം? വോൾ എമൗണ്ടും പേ ചെയ്തിട്ടിരിക്കണം. പിന്നെ വരുന്നതാണ് any amount paid on or before 31st March shall also be treated as advance tax. അതായത് 31st മാർച്ചിനോ അതിന് മുമ്പെയോ പേ ചെയ്തിട്ടുള്ള എമൗണ്ടിനൊക്കെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. However, he is liable to pay interest on late payable. അതുകൊണ്ട് തന്നെ അസസ്സി ലേറ്റ് ആയിട്ട് പേ ചെയ്യുന്നതിനെ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ലയബിൾ ആയിരിക്കും. ഇഫ് ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എ ബാങ്ക് ഹോളിഡേ, പേയ്മെൻറ്റ് ഡേറ്റ് ബാങ്ക് ഹോളിഡേയിലാണെങ്കിൽ പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ. പേയ്മെൻറ്റ് അടുത്ത വർക്കിംഗ് ഡേയിലേക്ക് നമുക്ക് മെയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻ സച്ച് എ കേസ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234B ആൻഡ് 234C വുഡ് നോട്ട് ബി ചാർജ്ഡ്. ഇങ്ങനെയുള്ള കേസിൽ സെക്ഷൻ 234B ആൻഡ് 234Cയിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്താവുന്നില്ല, ചാർജ് ചെയ്യുന്നില്ല. പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഈസ് മെയ്ഡ് ത്രൂ ചലാൻ നമ്പർ 280 ബൈ സെലക്ടിങ് അഡ്വാൻസ് ടാക്സ് ആസ് ദ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്.
ഇനി അടുത്തതാണ് എന്ത്, SSC ഇൻ ഡീഫോൾട്ട് സെക്ഷൻ 280. SSC ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് എന്താണ്, അഡ്വാൻസ് ഒരു സ്പെസിഫൈഡ് ഡേറ്റിനുള്ളിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ഫെയിലായ പേഴ്സണിന് SSCനെയാണ് നമ്മൾ എന്ത് പറയുക, SSC ഇൻ ഡീഫോൾട്ട് എന്ന് പറയുക. ആ SSC ഇൻ ഡീഫോൾട്ട് പറയുക, ആ SSC എന്താണ്, ഇൻട്രസ്റ്റും പെനാൽറ്റിയും പേ ചെയ്യാൻ ലയബിൾ ആണ്. ഇതാണ് ടോപ്പിക്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പഠിച്ചത്, അതായത് എന്താണ്, നമ്മൾ ഇൻകം ഏൺ ചെയ്ത ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്യുന്നത്. അതായത് അതിനാണ് എന്ത്, അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് 2019-20 ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സ് 2019-20 തന്നെ പേ ചെയ്യുന്നതിനാണ് അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലയബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് പഠിച്ചു. ദെൻ സീനിയർ സിറ്റിസൺ നോട്ട് റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടാത്ത സീനിയർ സിറ്റിസന് 3 കണ്ടീഷൻസ് പഠിച്ചു. പിന്നെ എന്താണ്, അഡ്വാൻസ് ടാക്സ് 10,000 ഓർ മോർ ആണെങ്കിൽ മാത്രമാണ് എന്ത്, അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് പഠിച്ചു. പിന്നെ എന്താണ്, കമ്പ്യൂട്ടേഷൻസ് പഠിച്ചു. പിന്നെ കറൻറ്റ് ഇൻകം എന്താണെന്ന്, പിന്നെ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്, പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ബൈ അസസിങ് ഓഫീസർ, ദെൻ ഇൻസ്റ്റാൾമെൻറ്റും അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ഡ്യൂ ഡേറ്റും നോക്കി. പിന്നെ SSC ഇൻ ഡീഫോൾട്ട് ആരാണ്, അതായത് SSC ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ഡേറ്റിനുള്ളിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ഫെയിൽ ആയിട്ടുള്ള പേഴ്സണെയാണ് എന്ത് പറയുന്നത്, SSC ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. താങ്ക് യു.